മിസ് ഒന്നുകൂടി വായിക്കാം. The government accountant mentioned worked. The government accountant mentioned worked. എവിടെ വർക്ക് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ടെക്സ്റ്റിൽ ഗവൺമെന്റ് അക്കൗണ്ടന്റ്? ഒന്ന് പറയാം മിസ്, ഓപ്ഷൻസ് വായിക്കാം. The government accountant mentioned worked at an excavation site in Iraq. First option ആണ്. Second one, 6,000 years ago in Iraq. 6,000 years ago in Iraq. Third one, as a record keeper for payments. He is worked, the government accountant mentioned worked as a record keeper for payments. And fourth one, like an application for a computer. Afras, say the answer. Dile the answer. ഞാൻ അൺമ്യൂട്ട് ചെയ്യാം. Second one. Okay, next Arjun. What do you think? Which is the most appropriate one? Third one. Third one. Okay, then Sri Vishnu, what do you think? B. Okay then. Jeeva, video on akamo. Aromal, Vasude, video on akamo. Any Adira Kandadona Adira? Third one. Third one. But here the most appropriate sentence is second one. B. Majority adile parnadu. B ആണ് right. Okay, the government accountant mentioned worked 6,000 years ago in Iraq. 6000 വർഷങ്ങൾക്ക് മുന്നേ ഇറാഖിൽ വർക്ക് ചെയ്തു എന്നല്ലേ നമ്മൾ പറഞ്ഞത്? So the most appropriate sentence is B. Tick. B. Okay, next one, third one. The author says the tablet is man's best digital friend. The author says the tablet is man's best digital friend because. എന്താ പറയുന്നത്? തേർഡ് വൺ എന്താ? ഓദർ എന്താ പറയുന്നത്? നമ്മുടെ ഈ സ്റ്റോറി അല്ലെ നമ്മുടെ ഈ ആർട്ടിക്കിൾ എഴുതിയ ആളെന്താ? ഓദർ എന്ന് വെച്ചാൽ എന്താ? എഴുതിയ ആളാണ് അല്ലെ? The author says that the tablet is man's best digital friend. ഓദർ എന്താ പറയുന്നത്? ടാബ്ലറ്റ് ആണ് മനുഷ്യന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ബെസ്റ്റ് ഡിജിറ്റൽ ഫ്രണ്ട് ആണെന്ന് പറയുന്നുണ്ട്. കാരണം ബാക്കി നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. കാരണം എന്താ? It is very useful as a tool to communicate and carry out our work. It is very useful. വളരെ ഉപകാരിയാണ്. As a tool to communicate and carry out our work. നമ്മൾ വർക്കിന് പോകുന്ന സമയത്ത് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും. അതുപോലെ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള തിങ് എന്താ? ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള തിങ് ടാബ്ലറ്റ് ആയതുകൊണ്ടാണ് ഓദർ എന്ത് പറയുന്നത്? ടാബ്ലറ്റ് ആണ് മാനിന്റെ അതായത് മനുഷ്യന്റെ ബെസ്റ്റ് ഡിജിറ്റൽ ഫ്രണ്ട് എന്ന് പറയുന്നത്. അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. ഓക്കെ, ഇനി സെക്കൻഡ് വൺ നോക്കാം. We can carry it around and keep it with us all the time like a pet or a friend. നോക്ക്, we can carry it around and keep it with us all the time like a pet or a friend. ഒരു പെറ്റിനെ പോലെ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിന്റെ കൂടെ നമ്മളുടെ കൂടെ എല്ലാ സമയം നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ത്? ടാബ്ലറ്റ്. അതുകൊണ്ടാണ് ഓദർ എന്ത് പറയുന്നത്? ടാബ്ലറ്റ് ആണ് മാൻ്റെ ബെസ്റ്റ് ഡിജിറ്റൽ ഫ്രണ്ട് എന്ന് പറയുന്നത്. രണ്ട് ഓപ്ഷൻ കിട്ടിയില്ലേ? തേർഡ് വൺ മനശ്വൻ. തേർഡ് വൺ, we can play games and entertain ourselves with it. നമുക്ക് എന്റർടൈൻ ചെയ്യാൻ വേണ്ടിട്ട്, ഓക്കെ, എന്റർടൈൻ ചെയ്യാൻ വേണ്ടിട്ടും അതുപോലെ എന്താ ഗെയിം കളിക്കാനും കൂടി പറ്റുന്നോണ്ടാണ്. ഗെയിം കളിക്കാനും കൂടി ടാബ്ലറ്റിൽ പറ്റുന്നോണ്ടാണ് ഓദർ എന്ത് പറയുന്നത്? ടാബ്ലറ്റ് ആണ് മാൻ്റെ ബെസ്റ്റ് ഡിജിറ്റൽ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ നോക്കാം. ഇറ്റ് ഈസ് എ കൂൾ ടൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദ മോഡേൺ വേൾഡ്. മോഡേൺ വേൾഡിലെ കൂൾ ടൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ടാബ്ലറ്റ്. അതുകൊണ്ടാണ് ഓദർ പറയുന്നത് ടാബ്ലറ്റ് ആണ് മാൻ്റെ ബെസ്റ്റ് ഡിജിറ്റൽ ഫ്രണ്ട്. വിച്ച് ഈസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സെന്റൻസ്? ഓക്കെ നിജാദ്.
I will unmute you. Take the answer. Miss, fourth one. Fourth one. Okay, then next. Okay, Juana second. Okay, Justice. Varam. Fourth one. Fourth one. Next, then Justice. Miss, option D. First one. First one. Okay, then Hannah. Sorry, Heaven. Fourth one. Fourth one. Harinan. Fourth one. Fourth one. Sri Vishnu. ഏതായിരുന്നു മോനെ പറഞ്ഞോ ഫോർത്ത് വൺ Fourth one. അർജുൻ Fourth one, Miss. ഫോർത്ത് വൺ ദെൻ ജോയിലെ മനസ്സിലാവില്ല ക്ലാസ് കേൾക്കാത്തോണ്ട് പിന്നെ മിസ് എടുത്തു തരാം കേട്ടോ Fourth Miss. Miss. ഓക്കെ ആതിര പറഞ്ഞ മോളെ First one. ഫസ്റ്റ് വൺ ദെൻ നെക്സ്റ്റ് ഇനി ആരാ പറയാൻ പറ്റുള്ളത് വസുദേവ് സോറി യദു കൃഷ്ണ ഫസ്റ്റ് വൺ ആണോ First one. ഫസ്റ്റ് വൺ ദെൻ ഹലീമ ഫസ്റ്റ് വൺ ഓക്കെ ദെൻ അഫ്രാസിന് എന്താ തോന്നുന്നത് വാട്ട് ഡു യു തിങ്ക് അഫ്രാസ് അൺമ്യൂട്ട് ആവുന്നില്ലല്ലോ മോനെ കൈ കാണിച്ചേ 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ ഏതാ ഓക്കെ അഫ്രാസിനൊന്നും കേൾക്കുന്നില്ല പോലും റേഞ്ചിന്റെ പ്രശ്നമാകാം ഓക്കെ മിസ് ആൻസർ പറയാം ആൻസർ ഏതാണെന്ന് അറിയോ The author says that the author says the tablet is man's best digital friend because it is very useful as a tool to communicate and carry out a work. First one ആണ് right. First one is the most appropriate sentence. ഒന്നാമത്തേതാണ് appropriate sentence. എന്താ ശ്രീ വിഷ്ണു തെറ്റിപ്പോയാ The author says the tablet is man's best digital friend because it is very useful as a tool to communicate and carry out our work. Okay, did you complete? Say yes or no. Complete chedu. Then fourth one, the author says young kids have not seen phones with keypads because the author says young kids have not seen phones with keypad because അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ കുറച്ചു കാലം മുന്നേ ജനിച്ച കുട്ടികൾ എന്ത് കണ്ടിട്ടുണ്ടാവില്ല കീപാഡ് ഒക്കെ ഇല്ല നമ്പർ ഒക്കെ ഇല്ല ഫോൺ കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെ ഓതർ പറഞ്ഞിട്ടില്ലേ കാരണം ഓപ്ഷൻസ് വന്നിട്ടുണ്ട് Smartphones have become very popular in the last few years. First option endana smartphones have become very popular in the last few years. Second one, we have touch screens everywhere. Elladum touch screen ulladondana. First one, smartphones have become very popular in the last few years. കുറച്ചു കൊല്ലങ്ങളായിട്ട് നമ്മുടെ സ്മാർട്ട്ഫോൺ എന്തായിട്ടുണ്ട് പോപ്പുലർ ആയിട്ടുണ്ട് അല്ലെ ജനകീയമായിട്ടുണ്ട് അതുകൊണ്ടാണ് കുട്ടികൾ എന്ത് കണ്ടിട്ടില്ലാത്തത് കീപാഡില് നമ്മുടെ കുട്ടികൾ കുറച്ചു കാലം മുന്നേ ജനിച്ച കുട്ടികൾ അതായത് യങ് കിഡ്സ് കീപാഡിലെ ഫോൺ കണ്ടിട്ടില്ലാത്തത് തേർഡ് വൺ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഈസ് ചേഞ്ചിങ് വെരി ഫാസ്റ്റ്
കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, അതായത് ആശയവിനിമയം നടത്തുന്ന ടെക്നോളജി എന്താ is changing very fast, വളരെ വേഗത്തിൽ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട്. ലാസ്റ്റ് വൺ, smartphones that we have now don't have keypads. കുട്ടികൾ കാണാത്തതിന്റെ കാരണം, കുട്ടികൾ കീപാഡുള്ള ഫോൺ കാണാത്തതിന് കാരണം smartphones that we have now don't have keypads. ഇപ്പോൾ ഉള്ള സ്മാർട്ട് ഫോൺ ഒന്നും കീപാഡ് ഇല്ലാത്തത് കൊണ്ടാണ്. Which is the most appropriate one? എന്തായിരിക്കുന്ന എല്ലാവരും? Fourth one. From where did you get this? From where did you get this answers? Okay, Joanna. Which is the most appropriate sentence? Okay. I think D. D. Then next one, justice. 1, 2, 3, 4. Eda. 1. The next, heaven. 4. Adira. Adira. 1. The Nijat. Nijat, what do you think? Which is the most appropriate sentence? 3. Yadu. 4. Halima. 1. Sri Vishnu. 1. Next, Harinand. Harinand, what do you think? Which is the most appropriate sentence? 1, 2, 3, or 4? You have to say like this. 1. Next, Afras. 1. Justice. You have to say like this. 1, 2, 3, or 4. ഇതുപോലെ പറഞ്ഞേ. 1. But here the most appropriate sentence is D. D ആണ് correct. Okay. The author says young kids have not seen phones with keypads because smartphones that we have now don't have keypads. ഇപ്പൊ നമ്മുടെ സ്മാർട്ട് ഫോണിന് കീപാഡ് ഇല്ലാത്തത് കൊണ്ടല്ലേടാ കാണാത്തത് അല്ലേ? ഹാ. Okay, then fifth one. Scientists are now exploring the brain and this can lead gadgets that will help us to communicate directly with minds. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് പാരയാണ്, നോക്കിക്കോ, ശ്രദ്ധിച്ചു കേട്ടോ. Scientists are now exploring the brain and this can lead to gadgets that will help us to. Scientists എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ മൈൻഡ് ഓരോ ദിവസം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് അല്ലെ? ഓരോ ദിവസവും നമ്മുടെ ടെക്നോളജിയിലെ ഡെവലപ്മെന്റിന് വേണ്ടി എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് this can lead to gadgets that will help us to. അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ഗാഡ്ജറ്റ്സ് എല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ലാസ്റ്റ് പാരഗ്രാഫ് ഓർമ്മിച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ഓക്കെ. A, communicate directly with minds. A, communicate directly with minds. B, send messages by speaking. Send messages by speaking. Third one, translate up to 40 languages. And D, live in a science fiction world. Live in a science fiction world. Which is the most appropriate sentence? ഇതിന്റെ മീനിങ് ഒന്നും ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. Third one. First one, communicate directly with minds. നേരിട്ട് മൈൻഡ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. മറ്റുള്ളവരുടെ മനസ്സ് വായിക്കുന്നത് പോലെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് വൺ, സെൻഡ് മെസ്സേജസ് ബൈ സ്പീക്കിംഗ്. എല്ലാ പാരഗ്രാഫിൽ ഉണ്ടല്ലേ? നിങ്ങൾക്ക് ഏത് അപ്രോപ്രിയേറ്റ് ആയിട്ട് തോന്നുന്നത്? സെൻഡ് മെസ്സേജസ് ബൈ സ്പീക്കിംഗ്. നമ്മൾ വർത്താനം പറയുന്ന സമയത്ത് തന്നെ നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. ട്രാൻസ്ലേറ്റ് അപ് ടു 40 ലാംഗ്വേജസ്. 40 ലാംഗ്വേജസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും.
live in a science fiction world. നമുക്ക് ഒരു സയൻസ് ഫിക്ഷൻ വേൾഡ്, ഒരു അതായത് സൈ ഫാന്റസി പറഞ്ഞത് ഓർമ്മയില്ലേ, സയൻസ് ഫിക്ഷൻ വേൾഡിൽ ജീവിക്കാൻ പറ്റും. Which is the most appropriate sentence? Okay, ആദ്യം മുതൽ തുടങ്ങാം. ആതിര, what do you think? ഞാൻ ഇവിടെ സ്ക്രീനിൽ ഫസ്റ്റ് ആതിരനാണ് കാണുന്നത്. 1, 2, 3 or 4? 2. Okay, next Juana. 1. Hannah, Heaven. 3. Nijat. 2. Yadu. 3. Halima. 3. Next is Sri Vishnu. 3. Hari. 3. Next Afras. Joel ne vilikkathadu mone ariyathondane. Afras. 1. Justice. 4. 3. Okay, next Arjun. Arjun, can you hear me? But here the most appropriate sentence is, scientists are now exploring the brain and this can lead to gadgets that will help us to A. Communicate directly with minds. Communicate directly with minds. That is the most appropriate sentence here. Okay, then that section is over. എഴുതാ നിങ്ങൾ എല്ലാവരും. തെറ്റിപ്പോയല്ലോടാ ശ്രീ വിഷ്ണു എല്ലാം. സാരില്ലേ, പോട്ടെ, നമുക്ക് അടുത്തൽ പിടിക്കാം അല്ലേ. Then എന്നാ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ. നെക്സ്റ്റ് വണ്ണും കൂടി നോക്കിയാലോ. നമുക്ക് ബി നോക്കിയാലോ. സ്പീഡില് 3 മിനിറ്റ് ഉണ്ട്. ബി നോക്കിയാലോ. ആർ യു റെഡി? നമ്മൾ നല്ല മക്കളല്ലേ അല്ലേ? എന്റെ ഹെവൻ ഒരു മടി. ഓക്കെ, നോക്കാം. ബി നോക്കാം. Which of this do you think could have been the accounts tablet? Take the correct option. Can you see these pictures? ഈ 3 പിക്ചർ കാണാൻ പറ്റുന്നുണ്ടോ? Which of these do you think could have been the accounts tablet? Take the correct option. നമ്മുടെ അക്കൗണ്ടന്റ് ഇല്ലേ, അക്കൗണ്ടന്റ് ആക്കിയ ക്ലേ ടാബ്ലറ്റ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പൊ 3 തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അദ്ദേഹം ആദ്യം 9 സെന്റിമീറ്റർ ക്ലേ എടുത്തു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ചെയ്തതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അത് വെച്ചിട്ട് ആ ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ട് ഏതാണ് ഇതിൽ ശരി എന്നൊന്ന് പറയാൻ പറ്റുമോ? നോക്ക, ആദ്യം നിങ്ങളൊന്ന് നോക്കിക്കോ, പിക്ചർ നോക്കിക്കോ. കണ്ടോ അശ്വിൻ? കണ്ടില്ല എല്ലാവരും? എനിക്ക് കാണാത്തവരായിട്ട് ആരുമില്ലല്ലോ. ഓക്കെ, സ്റ്റാർട്ട് ആതിര. Which is the accountant's tablet? ഇതിൽ ഏത് അക്കൗണ്ടന്റ് ടാബ്ലറ്റ്? എല്ലാം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചവരല്ലേ, പിന്നെന്താ? 1 ആണോ 2 ആണോ 3 ആണോ? സ്പീഡ് പറ. 1. Then Juana. 2. Heaven. Speed, make it fast. 2. Nijat. 2. Yadu. 2. Then Halima. 2. Again Harinan. 2. Afras. Just as 2 ആണ്. ബാക്കിയുള്ളവരൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. 2 അല്ലടോ, നോക്ക്. ഒരാളെ ആദ്യം 9 സെന്റിമീറ്റർ ക്ലേ എടുത്തു, പിന്നെ സൂര്യനെ വരച്ചു, മല വരച്ചു എന്നൊക്കെ പറയുന്നില്ലടോ, ഇല്ലേ? ദെൻ അക്കൗണ്ടന്റിന്റെ കയ്യിൽ എന്താ? ഒരു റേഷൻ ബോൾ കണ്ടോ? പിന്നെന്താ കാണുന്നത്? അപ്ലിഫ്റ്റ് ജാസ് കണ്ടോ ഇവിടെ? പിന്നെന്താ നിങ്ങൾക്ക് ഇത്ര താമസം? എന്താ തെറ്റുന്നത്? ആതിര കുട്ടിക്ക് എന്താ തെറ്റിയത്? പിക്ചർ നോക്കി ഐഡന്റിഫൈ ചെയ്യാ. ഓക്കെ, അപ്പൊ സെക്കൻഡ് വണ്ണിന് ടിക്ക് ഇടുക. സെക്കൻഡ് വൺ ടിക്ക് ഇടുക. നമ്മുടെ ടൈം ആയിട്ടുണ്ട് ഏകദേശം. വൈൻഡപ്പ് ചെയ്യാം നമുക്ക്. ബൈ, സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്.